Hi students, today we can study set transform. Set transform is a powerful mathematical tool which is used to convert time domain signal into frequency domain. You will already പഠിച്ചിട്ടുണ്ടാവും ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം. സെറ്റ് ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി അതിൻ്റെ യൂസേജ് എന്താണെന്ന് അറിയില്ല, അത് പഠിക്കുന്നതാണ്. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ എവിടെ ചെയ്യണം, എവിടെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് അറിയാതെയാണ് നമ്മൾ മാത്സ് പഠിക്കുന്നത്. പക്ഷേ എൻജിനീയറിങ് പേപ്പേഴ്സ് പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഈ മാത്സിൻ്റെ യൂസേജ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഫോറിയറിൻ്റെയും ലാപ്ലേസിൻ്റെയും യൂസേജ് ആക്ച്വലി ഡി എസ് പിക്കകത്ത് നല്ല രീതിയിലുണ്ട്. അതേപോലെ തന്നെ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ യൂസും നമ്മുടെ ഡി എസ് പിക്കകത്ത് വളരെയധികം കൂടുതലാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ സാധനങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനകത്താണ്. എനിവേ ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിലും ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്നുണ്ടെങ്കിലും സെറ്റ് ട്രാൻസ്ഫോം ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം, ഇത് മൂന്നാണെന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇത് ടൈം ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ, ടൈം ഡൊമൈൻ സിഗ്നൽ ഇൻടു എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്? ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നലിലേക്ക്. ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പം സെറ്റ് ട്രാൻസ്ഫോം ആണെങ്കിലും ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിലും ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിലും സെറ്റ് ട്രാൻസ്ഫോം, ഫോറിയർ, ലാപ്ലേസ്, ഈ മൂന്ന് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എഴുതലത്ര നല്ല രീതിയിൽ നടക്കില്ല. എനിവേ ഈ ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത് ടൈം ഡൊമൈൻ സിഗ്നലിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്? ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം പോസിബിളാണ്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് ലാപ്ലേസ് യൂസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത് ടൈം ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ ഇൻ ടു ടൈം ഡൊമൈൻ. ഇനി ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ വഴിയില്ല എന്താണ് ഒരു ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ, എന്താണ് ഒരു ടൈം ഡൊമൈൻ സിഗ്നൽ. ഓക്കെ, എന്താണ് ടൈം ഡൊമൈൻ, എന്താണ് ഫ്രീക്വൻസി ഡൊമൈൻ നോക്കാം. ടൈം ഡൊമൈൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് ബി ടൈം, സ്പെസിഫൈഡ് ഇൻ ടൈം. നമ്മൾ ടൈമിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ടൈം ആയിരിക്കും നമ്മൾ എന്തിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്? എക്സ് ആക്സിസിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. വൈ ആക്സിസിനകത്ത് അതിൻ്റെ വാല്യൂ ആയിരിക്കും ആക്ച്വലി സ്പെസിഫൈ ചെയ്യുന്നത്. ഞാൻ വരാം. ടൈം ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ കൺവേർട്ട് ചെയ്യാനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഡൊമൈൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കും? ടൈം ആയിരിക്കും. ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടൈമിനനുസരിച്ചിട്ട് അതിൻ്റെ വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നലാണെങ്കിൽ അത് ടൈം ഡൊമൈൻ സിഗ്നലാണ്. ടൈമിനനുസരിച്ചിട്ട് കറണ്ട്, ടൈമിനനുസരിച്ചിട്ട് വേറെ എന്ത് കാര്യങ്ങളും അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരയ്ക്കുന്ന എല്ലാ സിഗ്നൽസിനെയും നമ്മൾ എന്ത് പറയും? ടൈം ഡൊമൈൻ സിഗ്നൽസ് എന്ന് പറയും. ഇപ്പം നമ്മളിവിടെ എക്സ് ഓഫ് എൻ ഡിസ്ക്രീറ്റ് സിഗ്നലാണെങ്കിലും കണ്ടിന്യൂസ് സിഗ്നലാണെങ്കിലും ഏതാണെങ്കിലും ടൈമിനാണ് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ടൈം ഡൊമൈൻ സിഗ്നലാണ്. അപ്പം ഫ്രീക്വൻസി ഡൊമൈൻ എന്തായിരിക്കും? എൻ്റെ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? ഫ്രീക്വൻസി ആയിരിക്കും. ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ കറണ്ട് എന്തായിരിക്കും? പവർ എന്തായിരിക്കും? എന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനങ്ങൾ. ഫ്രീക്വൻസി ആയിരിക്കും അതിനകത്ത് എന്ത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെ ഉണ്ടാകുന്ന സിഗ്നൽസിനാണ് എന്ത് പറയുക? ഇത് ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ. ഇത് ഫ്രീക്വൻസി, ഇത് ടൈം ഡൊമൈൻ. ഈ സിഗ്നൽ ടൈം ഡൊമൈൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ.
ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടൈം ആണെങ്കിൽ ടൈം ഡൊമൈൻ സിഗ്നൽ. ഫ്രീക്വൻസിയും ടൈം തമ്മിൽ റിലേഷൻസ് ഉണ്ട് അല്ലേ, ഫിസിക്കൽ തന്നെ 1/t എന്ന് പറയുന്നത്. അപ്പം ഫ്രീക്വൻസി ഡൊമൈനിന് ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം, ടൈം ഡൊമൈനിന് ഫ്രീക്വൻസി ഡൊമൈനിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില സിഗ്നൽസിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് എന്തായിരിക്കും, ഓരോ ടൈമിലും എന്താണ് അതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻസ് എന്നൊക്കെയാണ് നോക്കാനാണ് നമ്മൾ ടൈം ഡൊമൈൻ സിഗ്നൽ പ്ലോട്ട് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡൊമൈനകത്ത് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു സിഗ്നലിൻ്റെ ഓരോ ഫ്രീക്വൻസിയിലും എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജ് വരുന്നത് എന്നൊക്കെ സാധനങ്ങൾ. ഇപ്പോൾ ഫിൽറ്റർ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് എല്ലാ നോയ്സ് നമുക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നലാണ്. അപ്പോൾ ഈ ഡൊമൈൻ ചേഞ്ച് ചെയ്യാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് 3 ട്രാൻസ്ഫോംസ്, പവർഫുൾ മാത്തമെറ്റിക്കൽ ടൂൾസ്, ദാറ്റ് ഈസ് ഫോറിയർ, ലാപ്ലേസ് ആൻഡ് സെറ്റ് ട്രാൻസ്ഫോംസ്. മൂന്നും എന്തിനു തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ടൈം ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ കൺവേർട്ട് ചെയ്യാനാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഫ്രീക്വൻസി ഡൊമൈനിന് ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് പക്ഷേ ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഓരോന്നും യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസിനകത്താണ്. ഇപ്പോൾ ഫോറിയർ യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ ലാപ്ലേസ് യൂസ് ചെയ്യാം, ലാപ്ലേസ് യൂസ് ചെയ്യുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോംസ് ചെയ്യാം. പക്ഷേ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ പഠിക്കാൻ പോകുന്ന സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നോർമലി സെറ്റ് ട്രാൻസ്ഫോംസ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ക്രീറ്റ് സിഗ്നൽസ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സിഗ്നൽസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ ടൈം ഡൊമൈൻ, ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ടൈം ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ കൺവേർട്ട് ചെയ്യാനും അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സെറ്റ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ്. Set transform is a powerful mathematical tool for the analysis of linear time invariant discrete signal frequency domain. Definition of set transform. The set transform of discrete time signal x of n is defined as set of x of n. അപ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അല്ലേ. എക്സ് ഓഫ് എൻ ആണ് എന്ത്, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കാണുക കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് സെറ്റ് എന്നാണ്. എക്സ് ഓഫ് സെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു minus infinity to infinity x of n into z raised to minus n. Then actually definition alla set transform of x of n is equal to x of z, which is equal to sigma n is equal to minus infinity to plus infinity x of n into z raised to minus n. Then actually and definition എന്ന് പറയാം, ഇതവിടെ സ്പെസിഫൈ ചെയ്യാം. Definition of a set transform. The set transform of a discrete time signal x of n is defined as, that is set transform of x of n is equal to x of z, which is equal to sigma n is equal to minus infinity to infinity x of n into z raised to minus n, where z is a complex variable. In polar form, z can be represented as, z ന്റെ വാല്യൂ എന്താണ്, z is equal to r into e raised to j omega, z is equal to r into e raised to j omega, where r is a radius. So എക്സ് ഓഫ് സെറ്റ് എന്ന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിനെ എന്ത് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, എക്സ് ഓഫ് ആർ ഇൻറ്റു ഇ റെസ് ടു ജെ ഒമേഗ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് എന്നല്ലേ, സെറ്റ് റേസ് ടു മൈനസ് എന്നുള്ളതിന് എന്ത് എഴുതാൻ പറ്റും, ആർ ഇൻറ്റു ഇ റെസ് ടു ജെ ഒമേഗ ഓൾ റേസ് ടു മൈനസ് എൻ എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ആർ റേസ് ടു മൈനസ് എൻ. അതായത് ഇത് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആർ ഇൻറ്റു z raised to minus n into e raised to g minus j omega into n. അപ്പോൾ എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ആർ റേസ് ടു മൈനസ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ദിസ് എക്സ്പ്രഷൻ ഈസ് റെഫർ ടു ആസ് ടു സൈഡഡ് സെറ്റ് ട്രാൻസ്ഫോംസ്. എന്തുകൊണ്ടാണ് ടു സൈഡഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നോക്കാം നമുക്ക്. ലെറ്റ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദെൻ 0,
Ztransform is equal to x of z into z raised to minus sigma n is equal to minus infinity minus sigma n is equal to 0 to infinity 0 to minus infinity 0 to infinity into x of n into z raised to minus n. This expression is referred to as single sided or one sided Ztransform. അത് തന്നെ നമുക്ക് നോക്കാം. സപ്പോസ് നമ്മളെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതേപോലെ തന്നെ ഇത് എക്സ് ഓഫ് എൻ ആണെന്ന് എനിക്ക്. അപ്പോൾ ഇതിന് രണ്ട് സൈഡുണ്ട്, ഇൻഫിനിറ്റി ആയിട്ട് ഇത് ഇൻഫിനിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിഗ്നലാണ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാകുന്ന സമയത്താണ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ എക്സ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു minus infinity to plus infinity x of n into z raised to minus n എഴുതിയിട്ട് അല്ല. അപ്പോൾ ഇത് ടു സൈഡഡ് ആയതുകൊണ്ടാണ്. ടു സൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വൈ ആക്സിസിൻ്റെ രണ്ട് സൈഡിലേക്കും എന്തുണ്ട്, ഇൻഫൈനൈറ്റ് സിഗ്നലാണ്. രണ്ട് സൈഡിലേക്കും സിഗ്നൽസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സിഗ്നലാണ് നമ്മൾ ടു സൈഡഡ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽസിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് ആക്ച്വലി എന്ത് പറഞ്ഞിരിക്കുന്നത്, സെറ്റ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് റേസ് ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സപ്പോസ് സിംഗിൾ സൈഡഡ് എന്ന് പറയാനുള്ള റീസൺ എന്താ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കാം, സെറ്റ് ട്രാൻസ്ഫോം ഇസ് can be the expression is referred to as let x of n is equal to 0 for n less than 0. n less than 0 അതിനകത്ത് x of n 0 ആണെങ്കിൽ, അതായത് നമുക്ക് എവിടെ സിഗ്നൽസ് ഉണ്ടാവില്ല, എക്സ് ഓഫ് എൻ n ലെസ് ദാൻ 0 ആണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, സിഗ്നൽസ് ഉണ്ടാവില്ല. അതല്ല എൻ്റെ മീനിങ്. ഇവിടെ എന്തായിരിക്കും, ഇവിടെ സിഗ്നൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും, ഇവിടെ വാല്യൂ 0 ആയിരിക്കും, ഇതിനകത്ത് 0 ആയിരിക്കും. അപ്പോൾ എന്നിൻ്റെ ഇത് n ഈക്വൽ ടു എന്താ, അവിടെ എന്താ, ഇപ്പോൾ n ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ n ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാലോ ഇവിടെ ഒന്നും എന്തില്ല, വാല്യൂ ഇല്ല. അങ്ങനെ വാല്യൂ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇതിന് എന്തായിരിക്കും, വൺ സൈഡഡ് സീക്വൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡഡ് സിഗ്നൽ എന്ന് പറയും. ഇങ്ങോട്ട് മാത്രമേ എന്തുള്ളൂ, വാല്യൂസ് ഉള്ളൂ. അപ്പം എക്സ് ഓഫ് എൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ തുടങ്ങേണ്ട കാര്യമുണ്ടോ, നമുക്ക് തുടങ്ങേണ്ട കാര്യമില്ല. കാരണം വെച്ച് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പോൾ ഇത് എവിടെ മുതൽ തുടങ്ങിയാൽ മതി, 0 മുതൽ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് സെറ്റ്, അതായത് വൺ സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് എൻ എന്നേ വരുള്ളൂ, 0 മുതലേ വരുള്ളൂ. ചിലപ്പം വൺ സൈഡഡ് സീക്വൻസ് തന്നെ എന്തിലേക്ക് വരാം, നെഗറ്റീവ് സൈഡഡ് സീക്വൻസ് വരാം. ഇവിടേക്ക് മാത്രം വരും, ഇവിടെ മാത്രം പൾസസ് ഉണ്ടാവും, ഇവിടെ മാത്രം സാമ്പിൾസ് ഉണ്ടാകും. അപ്പം പോസിറ്റീവ് സൈഡ്സ് എന്തുണ്ടാവില്ല, സീക്വൻസസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പറയാം നെഗറ്റീവ് സൈഡഡ് സീക്വൻസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യും, എന്തായി മാറും, നിങ്ങൾക്കറിയായിരിക്കും. ഇത്
സീറോ എന്ന് മാറിയിട്ട് എന്തായി വരും? എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to 0 അല്ല, സോറി അവിടെ നിന്ന് വരാം. minus infinity to 0 x of n into z raised to minus n ഇതിലേക്ക് വരും അല്ലേ? നെഗറ്റീവ് സൈഡഡ് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതും വൺ സൈഡഡ് സീക്വൻസ് ആണ്. നേരത്തെ പറഞ്ഞത് ടു സൈഡഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡിലും സീക്വൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ജനറൽ ഫോമാറ്റാണ് എക്സ് എഫ് എൻ ഇസിക്കൽ ടു എക്സ് എഫ് എൻ എന്തായി മാറും? എൻ ഇസിക്കൽ ടു എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് എൻ ഇൻറ്റു സെഡ് റൈസ്ഡ് ടു മൈനസ് എൻ. ഈ ഒരു ഫോർമുലയായിരിക്കും നമ്മൾ സെഡ് എക്സ് ഓഫ് സെഡ് കാണാനുള്ള സംഭവം. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ഏതാണ്? അതിൻ്റെ ഡൊമൈൻ തന്നെ ടൈം ഡൊമൈൻ സിഗ്നലാണ്. അതിനെ സെറ്റ് ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും? എക്സ് എഫ് എൻ എന്തായിട്ട് മാറും? ഫ്രീക്വൻസി ഡൊമൈനായിട്ട് മാറും. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഓഫ് സെഡ് എന്നാണ്. മനസ്സിലായോ? ഇത് ഫ്രീക്വൻസി ഡൊമൈനാണ്, ഇതെന്ത് ഡൊമൈനാണ്? ഇത് ടൈം ഡൊമൈനാണ്. ഇപ്പോൾ എക്സ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ടൈം ഡൊമൈൻ സിഗ്നൽ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് വൈ വി ആർ യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം. ഇതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഫോറിയർ യൂസ് ചെയ്യുന്നത് വേറെ ഇത് തന്നെയാണ്, എയിം ഇത് തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈസ് വേഴ്സ. നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിന് ടൈം ഡൊമൈനിലേക്കും സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സെറ്റ് ട്രാൻസ്ഫോമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സാധനങ്ങൾ. ദാറ്റ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 for n is equal to less than, then set transform is x of n is equal to sigma n is equal to minus 0 to infinity x of n into z raised to minus n. This expression is referred to as one-sided set transform. Okay, next, since set transform is an infinite series, it exists only for those values of set for which this series converges. Converges എന്ന് പറഞ്ഞാൽ അത് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? സിൻസ് സെറ്റ് ട്രാൻസ്ഫോം ഇസ് എ ഇൻഫൈനൈറ്റ് സീരീസ്. ഇപ്പം ഒരു എക്സ് എഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ തന്നെ ഇൻഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് സെറ്റ് എന്തായിരിക്കും? എക്സ് ഓഫ് സെറ്റും ഇത് എക്സ് എഫ് എൻ ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ പോലും എക്സ് ഓഫ് സെറ്റ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആവാം. ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഫോർ ദോസ് വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് ദിസ് സീരീസ് കൺവേർജസ്. അപ്പം ഈ സീരീസ് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും. The region of convergence or ROC of x of z is the set of all values for z for which x of z attains a finite value. ഇപ്പോൾ region of convergence of x of z എന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ? x of z ൻ്റെ ROC എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് region of convergence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the set of all values of z, z-ൻ്റെ എല്ലാ വാല്യൂസും which gives x of z attains a finite value. എക്സ് ഓഫ് സെറ്റ് ഒരു ഫൈനൈറ്റ് വാല്യൂ തരുന്ന സെറ്റിൻ്റെ എല്ലാ വാല്യൂസിൻ്റെയും കൂടെ സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുക. മനസ്സിലാണ്ടോ പറഞ്ഞത്? അത് റീജിയൻ ഓഫ് കൺവേർജൻസ് ഓഫ് എക്സ് ഓഫ് സെറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എക്സ് ഓഫ് സെറ്റ് അറ്റൈൻസ് എ ഫൈനൈറ്റ് വാല്യൂ. എക്സ് ഓഫ് സെറ്റ് ഫൈനൈറ്റ് വാല്യൂ തരുന്ന സെറ്റിൻ്റെ എല്ലാ വാല്യൂസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയും. ഇപ്പോൾ നോർമലി നമ്മൾ സെറ്റ് പ്ലെയിനകത്താണ് വരയ്ക്കുക. സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ പ്ലോട്ട് ചെയ്ത് എപ്പോഴും സെറ്റ് പ്ലെയിനകത്താണ്. അപ്പോൾ സെറ്റ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കാം, എനിവേ അതൊരു സർക്കിളായിരിക്കും. പോയിൻ്റ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ചെറിയൊരു സർക്കിളാണത്. അപ്പം അതൊരു സർക്കിൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഒരിക്കലും അതെന്തായിരിക്കില്ല ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പോ സാധനമായിരിക്കില്ല. അതൊരു റീജിയൻ ഓഫ് കൺവേർജൻസ് ഓൾവേസ് എ സർക്കിൾ ഓർ എ ഡിസ്ക് ഓർ റീജിയൻ. ഇനി എന്താണ് റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് എന്ന് പറയാൻ നോക്കാം നമുക്ക്. റൈറ്റ് ഹാൻഡഡ്
റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് എന്താ നോക്കാം നമുക്ക്. റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ്, ദ റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് ഈസ് 1 for which x of n is equal to 0 for all n which less than n0. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താ, എക്സ് ഓഫ് എൻ 0 ആയിരിക്കും ഫോർ n ലെസ് ദാൻ n0. എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം, n0നേക്കാളും ലെസ് ദാൻ ആകുമ്പോൾ, വേറെ n0 ഇസ് എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് ബട്ട് ഫൈനൈറ്റ്. n0 എന്തായിരിക്കാം, പോസിറ്റീവോ നെഗറ്റീവോ ആവാം, പക്ഷേ that gives a finite value. If n0 is greater than or equal to 0, the resultant sequence is a causal or a positive time sequence. മനസ്സിലായോ? അപ്പം if n0 is a greater than or equal to 0, greater than or equal to 0 ആവോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the resultant sequence is a causal. റിസൾട്ടിങ് സീക്വൻസ് എന്തായി മാറും, ഒരു കോസലായി മാറും. ദാറ്റ് മീൻസ് ഒരു പോസിറ്റീവ് സീക്വൻസ് ആയി മാറും, ഓർ പോസിറ്റീവ് ടൈം സീക്വൻസ് ഫോർ വിച്ച് ടൈപ്പ് ഓഫ് സീക്വൻസ് ഓഫ് ദി ആർ ഒ സീസ്. ഇപ്പോൾ ഇങ്ങനത്തെ സിഗ്നൽസിൻ്റെ ആർ ഒ സി എന്ന് പറഞ്ഞാൽ ദി എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ സീക്വൻസ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് ഈസ് 1 for which x of n is equal to 0. x of n ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും ഫോർ all n less than n0 or less than n0. n0നേക്കാളും ലെസ് ദാൻ ആവുന്ന സമയത്ത് x of n ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോർ n0 is a പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിഗ്നൽ, അത് n0 പോസിറ്റീവ് ആകും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇഫ് n0 is greater than or equal to 0, greater than or equal to 0 ആണെങ്കിൽ that resulting sequence is a പോസിറ്റീവ് സീക്വൻസ്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റിൽ. നമ്മളിപ്പോൾ n0യുടെ വാല്യൂവിനേക്കാളും ലെസ് ദാൻ ആകുമ്പോൾ, ഇപ്പോൾ n0 0 ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ n0 ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ n എന്തായിരിക്കണം, ലെസ് ദാൻ n0 വന്നു കഴിഞ്ഞാൽ എക്സ് ഓഫ് n എന്തായിരിക്കും, 0 ആയിരിക്കുന്നല്ലേ പറഞ്ഞത്. എക്സ് ഓഫ് n 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെയൊക്കെ എന്തുണ്ടാകും, വാല്യൂസ് ഉണ്ടാകും. ഇവിടെയൊക്കെ വാല്യൂ ഉണ്ടാകും, പക്ഷേ n0 കഴിഞ്ഞ് ഇപ്പുറത്തൊക്കെ എന്തുണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എക്സ് ഓഫ് n ആണെന്ന് വിചാരിക്കാം. എൻ്റെ എക്സ് ഓഫ് n ആണ്, ഇതിൻ്റെ എക്സ് ഓഫ് n എന്ന് പറഞ്ഞ സിഗ്നലാണ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കും, നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. സെറ്റ് ട്രാൻസ്ഫോം എക്സ് ഓഫ് n കണ്ടുപിടിക്കും. അത് ആക്ച്വലി എന്താണ്, എക്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ എക്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞതിനകത്ത് അതിൻ്റെ ആർ ഒ സി എന്ന് പറഞ്ഞ സാധനം, റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, എക്സ് ഓഫ് സെറ്റ് എന്ന സാധനം എന്താ പറഞ്ഞത്, for such type of sequence the ROC is entire set plane except z is equal to 0. Entire set plane except z is equal to 0. അപ്പോൾ അതെങ്ങനെ എൻ്റെ ഇത് വരയ്ക്കാം, എൻ്റെ ROC എന്ന് പറഞ്ഞാൽ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും,
ആർ ഒ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ശരിക്കും? ആർ ഒ സി എന്ന് പറഞ്ഞാൽ എൻ്റയർ സെറ്റ് പ്ലെയിൻ, ഈ മൊത്തം റെഡ് കളർ ഇട്ടിരിക്കുന്ന എല്ലാം എക്സെപ്റ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ സെറ്റ് പ്ലെയിൻ മൊത്തം ഇവിടെയൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ ആർ ഒ സി ആണ്. അങ്ങനെ ചെറിയൊരു ഇത് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്താണ്? ആർ ഒ സി ആണ്. എക്സെപ്റ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു 0. അതായത് സെറ്റ് സീറോ ആയിട്ടുള്ള അതൊഴിച്ച് ബാക്കി എല്ലാം എന്താണ്? ആർ ഒ സി ആയിരിക്കും, റീജിയൻ ഓഫ് കൺവേർജൻസ് ആയിരിക്കും. അതാണ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തത്. ആർ ഒ സി ഈസ് എൻ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കേട്ടോ. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഫൈൻഡ് ദി സെറ്റ് ആൻഡ് സം ഓഫ് ആർ ഒ സി ഓഫ് ദി കോസൽ സീക്വൻസ്. കോസൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് സീക്വൻസ് എന്നാണ് അതിൻ്റെ പേര്. എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പം എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 7 അല്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് എഴുതി വെക്കാം. പ്രോബ്ലം എന്താണ്? x of n is equal to 1, 0, 3, minus 1, 2. X of n equal to 1, 0, 3, minus 1, 2 1, 2. മൈനസ് 1, 2. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എക്സ് ഓഫ് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ. is equal to x of z which is equal to sigma n is equal to minus infinity to infinity x of n into z raised to minus n അല്ലേ? നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഉള്ളൂ ഇതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? എക്സ് ഓഫ് 0 മുതലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും? ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സിഗ്മ sigma n is equal to 0 to എത്ര വരേണ്ടത്? 0, 1, 2, 3, 4 0 to 4 x of n into z raised to minus n. അപ്പോൾ എങ്ങനെ എഴുതി നമ്മൾ? ഇസ് ഈക്വൽ ടു ആദ്യം എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ എക്സ് ഓഫ് 0, അപ്പോൾ എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 1 ഇൻറ്റു z raised to മൈനസ് എന്തായിരിക്കും വരിക? മൈനസ് 0 എന്ന് പറയാൻ പറ്റില്ല. എക്സ് ഓഫ് 0 പിന്നെ പ്ലസ് അല്ല, എന്നിൻ്റെ വാല്യൂ എന്തായാലും മാറും? 1 ആയിട്ട് മാറും. അപ്പോൾ എക്സ് ഓഫ് 1 എന്താ? 0 ആണ്. 0 ഇൻറ്റു z raised to മൈനസ് 1 അല്ലേ? പ്ലസ് എക്സ് ഓഫ് 1 ആയിരിക്കും. എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു z raised to മൈനസ് 0, 1, 2 ആണ്. z raised to minus 2 പ്ലസ്
minus 1 into z raised to minus 3 plus 2 into z raised to minus 4. ഇതാണ് ആക്ച്വലി എന്ത് എക്സ് സെഡ് എന്ന് പറയുന്നത്. സോ സെഡ് റേസ് ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താ 1 ആയിരിക്കും. 1 പ്ലസ് 0 ഇൻറ്റു എനി നമ്പർ 0 0 പ്ലസ് 3 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് പ്ലസ് അല്ല അതെന്തായി മാറും മൈനസ് ആയിട്ട് വരും അല്ലേ. minus 1 into 2 raised to z raised to minus 3 plus 2 into z raised to minus 4. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇതിൻ്റെ ROC എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ROC എന്ന് പറഞ്ഞാൽ ROC എന്ന് പറഞ്ഞ സാധനം എക്സോസ് സീറോയ്ക്ക് എക്സോസ് സെറ്റിന് സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് of set for which exoset attains a finite value. Exoset finite value തരുന്ന എല്ലാ വാല്യൂ എക്സെപ്റ്റ് എന്താണ് ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഇത് എക്സോസെറ്റ് ആണ് ഇത് അല്ലേ. ദിസ് ഈസ് എക്സോസെറ്റ് ഈക്വൽ ടു ഇത് പറഞ്ഞത് 1 0 സെറ്റ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വരിക എന്ത് തരും? ഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാത്ത എല്ലാ വാല്യൂസും എന്തായിരിക്കും? അപ്പം ഇതിൻ്റെ ROC എന്ന് പറഞ്ഞാൽ എൻറ്റയർ വാല്യൂസ് എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0. ROC ഈക്വൽ ടു എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? വൺ സൈഡഡ് സീക്വൻസ് ആയതുകൊണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 1 പ്ലസ് 3 ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1/z വരിക അല്ലേ. അപ്പോൾ സെഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ അല്ലേ അങ്ങനെയല്ലേ വരിക. എക്സോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എന്താ വരിക നോക്കിയാൽ അത് മനസ്സിലാക്കി തന്നെ കാര്യം. is equal to 1 plus 0 plus 3 by z raised to 2 എന്നല്ലേ വരാം പ്ലസ് or minus 1 by z raised to 3. അപ്പം z raised to 3 എന്ന് പറഞ്ഞാൽ സെഡിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുക? 0 കൊടുക്കുമ്പോൾ മാത്രം അല്ലേ. അങ്ങനെയല്ലേ ഇവിടെ ഇതിനകത്തെല്ലാം സെഡിൻ്റെ വാല്യൂ എടുത്ത് വെക്കുന്നത്. ഇവിടെ ഒന്നും ഇൻഫൈനൈറ്റ് വാല്യൂ ഇവിടെ സെഡിന് വാല്യൂ ഇല്ല. സെഡിൻ്റെ വാല്യൂ നോക്കണ്ട. ഇത് 2 ആണേ, ഇത് 2 ആണ്. ഇതാണ് ആക്ച്വലി ഇട്ടത്. അപ്പം 1/z എന്നാണ് ഉള്ളത് അല്ല. 1/z എന്ന് പറഞ്ഞ ഫോർമാറ്റിലല്ല. അപ്പം 1/z ഇൻഫിനിറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സെഡിന് എന്തായിരിക്കണം? സെഡ് 0 ആയിരിക്കുമ്പോൾ മാത്രമേ 1/z എന്താവുള്ളൂ ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പം എക്സോ സെഡ് ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെഡിന് എന്ത് കൊടുക്കുമ്പോഴാണ്? 0 കൊടുക്കുമ്പോൾ മാത്രമാണ്. സെഡിന് 0 കൊടുക്കുമ്പോൾ മാത്രം എക്സോ സെഡിന് ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് അതൊക്കെ എന്താണ്? ROC ആണ് എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം സെഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സോ സെറ്റ് എന്തായി മാറും? ഇൻഫൈനൈറ്റ് വാല്യൂ തരും. അപ്പം എക്സോ സെറ്റിന് ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാത്ത എല്ലാ വാല്യൂസും എന്തായിരിക്കും? ROC ആയിരിക്കും. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ്. The left hand sequence is ഇതിപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് ആയിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് ഈസ് one for which
x of n is equal to 0 for all n greater than or equal to n0, where n0 is a positive or negative but finite. If n0 is less than or equal to 0, the resulting sequence is an anti-causal sequence. For such type of sequence, the ROC is entire set plane except set is equal to infinity. Find the set transform of ROC of causal sequence. ക്വസ്റ്റിനകത്ത് ചെറിയൊരു പ്രശ്നമല്ല, റെപ്രസെൻ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഇതാണ് എക്സ് ഓഫ് സെറ്റ് എന്നാണ്, എക്സ് ഓഫ് 0 എന്നാണ്. എക്സ് ഓഫ് n is equal to -3, -2, -1, 0. ഓക്കെ, ഇതിങ്ങനെ വരുന്നത് എക്സാമ്പിൾ എഴുതിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സാധനം മനസ്സിലായില്ലേ എനിക്ക്? റൈറ്റ് ഹാൻഡ് സൈഡിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ആക്സിസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എന്തുണ്ടാവുള്ളൂ? വാല്യൂസ് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രം സീക്വൻസ് വാല്യൂസ് ഉണ്ടാവും. ഇവിടെ വാല്യൂ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ എന്തായിരിക്കും? വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് ഓർ ആൻറ്റി കോസൽ സീക്വൻസ് എന്ന് പറയുക. റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീക്വൻസും ആൻറ്റി കോസൽ സീക്വൻസ് ആണ് ആക്ച്വലി ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ആൻറ്റി കോസൽ സീക്വൻസിൻ്റെ എക്സ് ഓഫ് സെറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ പറയാം, എക്സ് ഓഫ് n എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ ഇരിക്കുന്നത് -2 x of n is equal to 1, 2, 2, 3, 1. ഇങ്ങനെയായിരിക്കും. ഇതാണ് എൻ്റെ എക്സ് ഓഫ് 0. എക്സ് ഓഫ് 0 ഇതാണെങ്കിൽ എന്തായിരിക്കും? -1 ആയിരിക്കും, ഇത് -2 ആയിരിക്കും, -3 ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. സോ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n എന്താ? എക്സ് ഓഫ് സെറ്റ് is equal to sigma n is equal to 0 to infinity. അപ്പോൾ അതിന് വരെ ഇവിടെ എന്തായിരിക്കും? 0 അല്ല വരിക, മൈനസ് വാല്യൂ വരിക, -2 n equal to -infinity to 0 x of n into z raised to -n വരെ അല്ലേ? ഇവിടെ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കി നോക്കുന്നത് ഇവിടെ ഇത് -1 അല്ലേ, ഇത് 0, 1, -1, -2, -3, -4 വരെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ സീക്വൻസ് അനുസരിച്ച് എന്തായിരിക്കും? സിഗ്മ n is equal to -4 to 0 x of n into z raised to -n is equal to എന്താ? 1 into z raised to -4. z raised to minus of -4 ആണ്. ചെറിയൊരു പ്രശ്നം ഉണ്ടാകും അല്ലേ? മൈനസ് ഓഫ് -4 അല്ലേ? എന്നിൻ്റെ വാല്യൂ എത്ര?
1 into z raised to minus of minus 4 plus 2 into z raised to minus of minus 3 plus again 2 into z raised to minus of minus 2 plus 3 into z raised to minus of minus 1 plus 1 into z raised to 0, which is equal to z raised to minus plus 4 plus 2 into z raised to 3 plus 2 into z raised to 2 plus 3 into z raised to 1 plus 1 into z raised to 0 എന്നാണ്. any number raised to 0 1 1 into 1 ഇതായിരിക്കും ഉണ്ടാവുക. ഇത് ആക്ച്വലി എന്താ സാധനം എന്താ എക്സ് ഓർ സെഡ് ആണ്. എക്സ് ഓർ സെഡ് ഈക്വൽ ടു പറഞ്ഞാൽ അല്ലേ. ഈ എക്സ് ഓർ സെഡിന് ഇൻഫൈനൈറ്റ് വാല്യൂ തരാൻ സെഡിന് ഏത് വാല്യൂ കൊടുത്താൽ മതി? 0 കൊടുത്താൽ പറ്റുമോ? 0 raised to 4 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 2 raised to 2 into 0 raised to 3 എന്ന് പറഞ്ഞാൽ അപ്പോഴും അത് തന്നെ. അപ്പോൾ ഈ സെഡിന് എന്ത് വാല്യൂ കൊടുത്താലാണ് ഇൻഫൈനൈറ്റ് വരിക? എക്സ് ഓഫ് സെഡ് ഇൻഫൈനൈറ്റ് വരിക? ഒറ്റ വാല്യൂ ഉള്ളൂ, അത് സെഡിന് ഇൻഫിനിറ്റ് വാല്യൂ തന്നെ കൊടുത്തിരിക്കണം. സോ ആർ ഒ സി എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? എക്സ് ഓഫ് സെഡ് ഇതാണെന്ന് മനസ്സിലായി. ആർ ഒ സി എന്തായിരിക്കും? അപ്പം ആർ ഒ സി എന്ന് പറഞ്ഞാൽ ആർ ഒ സി is entire set plane except z is equal to ഇൻഫിനിറ്റി. z is equal to ഇൻഫിനിറ്റി അല്ലാത്ത എല്ലാ സെഡിൻ്റെ വാല്യൂസിനും എന്തായിരിക്കും? ആർ ഒ സി ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? സോറി ആർ ഒ സി എന്തായിരിക്കും? സെഡിന് ഏതൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് ഇൻഫൈനൈറ്റ് ആയിട്ട് വരിക? സെഡിന് ഇൻഫിനിറ്റ് വാല്യൂ കൊടുത്താൽ മാത്രമേ എന്ത് വരുള്ളൂ? എക്സ് ഓഫ് സെഡ് ഇൻഫിനിറ്റി ആവുള്ളൂ. അതുകൊണ്ട് ആർ ഒ സി is equal to entire set plane except z is equal to ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡഡായി നെഗറ്റീവ് സൈഡഡായി. ഇനി ടു സൈഡഡ് സീക്വൻസ് എന്താ നോക്കാം. ടു സൈഡഡ് സീക്വൻസ് എ സിഗ്നൽ ദാറ്റ് ഈസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ഓൺ ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഈസ് നോൺ ആസ് ടു സൈഡഡ് സീക്വൻസ്. എ സിഗ്നൽ ദാറ്റ് ഹാസ് എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ ഓൺ ബോത്ത് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഈസ് നോൺ ആസ് ടു സൈഡഡ് സീക്വൻസ്. ടു സൈഡഡ് സീക്വൻസ് ആണ് എന്ത്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ആണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും? ടു സൈഡഡ് സീക്വൻസ് എന്ന് പറയും. ഫോർ സച്ച് ടൈപ്പ് ഓഫ് സീക്വൻസ് ദി ആർ ഒ സി ഈസ് എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് സെറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പം ആർ ഒ സി എന്തായിരിക്കും? അതിൻ്റെ എക്സ് ഓഫ് സെഡ് സെഡിൻ്റെ വാല്യൂ 0യും സെഡിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും അല്ലാത്ത എല്ലാ സെഡിൻ്റെ വാല്യൂസും എന്തായിരിക്കും? ആർ ഒ സി ആയിരിക്കും. എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് സെറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഫൈൻഡ് ദി സെറ്റ് ആൻഡ് സം ഓഫ് എൻ്റെ പ്രോബ്ലം ഉണ്ട്. Find the set and sum of x of n where ഈ ഒരു ടു സൈഡഡ് സീക്വൻസ് ആണ്. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ടു സൈഡഡ് സീക്വൻസ് എന്താണ്? ആദ്യം എന്താണെന്ന് പറയാം, അതിൻ്റെ ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. രണ്ട് സൈഡിൽ സീക്വൻസ് ഇട്ടോ ഇതുപോലെ. ഇത് ടു സൈഡ് സീക്വൻസ് ആണ്. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലും എന്തുണ്ട്? സീക്വൻസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എന്തുണ്ട്? സീക്വൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇങ്ങോട്ടേക്കും സീക്വൻസ് ഉണ്ട്, പിന്നെ ഇവിടത്തേക്കും എന്തുണ്ട്? സീക്വൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ ടു സൈഡഡ് സീക്വൻസ്. ഈ ടു സൈഡ് സീക്വൻസ് ആവുന്ന സമയത്ത് എക്സ് ഓഫ് എൻ എന്തായിരിക്കും? എക്സ് ഓഫ് സെഡ് എന്തായിരിക്കും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ പോലെ തന്നെ സെറ്റ് ആൻഡ് സം ഓഫ്
x of n is equal to എന്താ sigma n is equal to minus infinity to infinity x of n into z raised to minus n അല്ലേ. സപ്പോസ് നമ്മുടെ x of n എന്ന് പറഞ്ഞ സീനം x of n is equal to 1 2 3 4 1 2 3 4 ആണെന്ന് വിചാരിക്കും. ആൻഡ് എക്സ് ഓഫ് 0 is equal to this thing 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എക്സ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ എന്തായിരിക്കും? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ which is equal to x of z which is equal to sigma n is equal to എവിടെ മുതലുണ്ട്? ഇപ്പോൾ 1 ആയി കഴിഞ്ഞാൽ -1 -2 -3 -4 ഇവിടെ 1 2 3 ഇവിടെ എന്താ എഴുതാൻ നമുക്ക് -3 to ഇവിടെ എന്താ സോറി -4 to +3 -4 to 3 x of n into z raised to minus n. അങ്ങനെ എഴുതപ്പം 1 into z raised to minus of -4 plus 2 into z raised to minus of -3 plus 3 into z raised to minus of -2 plus 2 into z raised to minus of -1 plus 1 into z raised to 0 plus 2 into z raised to -1 plus 3 into z raised to -2 plus 4 into z raised to -3 അപ്പം is equal to z raised to 4 plus 2 into z raised to 3 plus 3 into z raised to 2 plus 2 into z raised to 1 plus z raised to 0 എന്ന് പറഞ്ഞാൽ 1 into z raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. any number raised to 0 into 1. Plus 2 into z raised to -1 plus 3 into z raised to -2 plus 4 into z raised to -3. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതാണ് എക്സോസെറ്റ് തന്നെ. ഇതിനകത്ത് എക്സോസെറ്റ് ആർ ഒ സി എന്താണെന്ന് നോക്കിയത്. ആർ ഒ സി ഈ ഭാഗത്തുള്ള സാധനങ്ങൾക്കൊക്കെ സെഡിന് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആവുള്ളൂ. എന്താവുള്ളൂ ഇൻഫിനിറ്റി കൊടുത്താൽ മാത്രമേ എക്സോസെറ്റ് എന്താവുള്ളൂ ഇൻഫിനിറ്റി ആവുള്ളൂ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ സാധനങ്ങളൊക്കെ എന്തായിരിക്കും സെഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആകും. കാരണം 2 into z raised to -1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ 2 into 1/z ആണ് അല്ലേ. 2 into 1/z. അപ്പോൾ 1/zന് ഇൻഫിനിറ്റി വാല്യൂ ഏതാ തരിക? 1/z എന്ന് പറഞ്ഞ സാധനം ഇൻഫിനിറ്റി ആവുന്നത് എപ്പോഴാണ്? സെറ്റിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ. സോ ആർ ഒ സി ഓഫ് എക്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ 2 സൈഡഡ് സീക്വൻസിൻ്റെ ദി എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് z is equal to 0 and infinity. 0 ഇൻഫിനിറ്റി അല്ലാത്ത എല്ലാ വാല്യൂസും എക്സ് ഓഫ് സെറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് സെറ്റ് എന്തായിരിക്കും? ഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. സോ ആർ ഒ സി ഓഫ് എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? നമ്മളിന്ന് ഫൈനൈറ്റ് വാല്യൂ സെറ്റ് ട്രാൻസ്ഫോംസ് എന്താണെന്ന് നോക്കി, സെറ്റ് ട്രാൻസ്ഫോംസും ലാപ്ലേസ് ട്രാൻസ്ഫോംസും എന്താണെന്ന് നോക്കി, ഫോറിയർ എന്താണെന്ന് നോക്കി. അത് മാത്തമെറ്റിക്കൽ ടൂളാണ്. ഇറ്റ്സ് എ പവർഫുൾ മാത്തമെറ്റിക്കൽ ടൂൾ വിച്ച് ഇസ് യൂസ് ടു convert time domain into frequency domain. And if you are using inverse set transform, you can convert frequency domain into time domain. Inverse set transform use ചെയ്യാം, inverse Laplace use ചെയ്യാം, inverse Fourier use ചെയ്യാം. എല്ലാത്തിനും എന്തിനു തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഡൊമൈൻ ടു ടൈം ഡൊമൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം
ഡൊമൈൻ ചേഞ്ച് ചെയ്യാനാണ് ആക്ച്വലി ഈ മാത്തമെറ്റിക്കൽ പവർഫുൾ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോന്നിനും ഓരോരോ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലത് ഡിസ്ക്രീറ്റ് സീക്വൻസിനാണ് യൂസ് ചെയ്യുക, ചിലത് കണ്ടിന്യൂസ് ആയിരിക്കും, ചിലത് അതുപോലെ തന്നെ ചില ടൈപ്പ് സീക്വൻസിനായിരിക്കും നമ്മൾ ഫോറിയർ യൂസ് ചെയ്യുന്നത്. ഫോറിയർ യൂസ് ചെയ്യുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, ലാപ്ലേസ് യൂസ് ചെയ്യുന്ന വരില്ല. അങ്ങനെയുള്ള ചില ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് മാത്രമേ അത് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. എനിവേ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിൻ്റെ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിൻ്റെ എന്ത് കാണാനാണ്, ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടൈം ഡൊമൈനിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഇനി അത് കോസൽ സീക്വൻസ് എന്താണെന്ന് നോക്കി, അതായത് പോസിറ്റീവ് സൈഡഡ് സീക്വൻസും നെഗറ്റീവ് സൈഡഡ് സീക്വൻസും ആൻറ്റി കോസൽ സീക്വൻസും നോക്കി, ടു സൈഡഡ് സീക്വൻസ് നോക്കി, ROC എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നോക്കി. ROC എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫൈൻഡ് ഔട്ട് ROC ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻസ് എന്താണെന്ന് നോക്കും. ആ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ROC കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പം ഈ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ROC എന്ന് പറഞ്ഞ സാധനം, ROC എന്ന് പറഞ്ഞാൽ എന്താ, റീജിയൻ ഓഫ് കൺവേർജൻസ്. റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, റീജിയൻ ഓഫ് കൺവേർജൻസ് ഓഫ് എക്സ് ഓഫ് സെറ്റ്. എക്സ് ഓഫ് സെറ്റിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് സെറ്റ്, സെറ്റിൻ്റെ എല്ലാ വാല്യൂസും വിച്ച് ഗീവ്സ് or that provides x of set attains a finite value. x of set finite value തരുന്ന എല്ലാ സെറ്റ് ഓഫ് സെറ്റിൻ്റെ വാല്യൂസിനെയും നമ്മൾ എന്ത് പറയും, റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയും. നോർമലി റീജിയൻ ഓഫ് കൺവേർജൻസ് ഈസ് എ റിംഗ് ഓർ സർക്കിൾ ഇൻ ദി സെറ്റ് പ്ലെയിൻ. സെറ്റ് പ്ലെയിനകത്തുള്ള ഒരു സർക്കിളോ അല്ലെങ്കിൽ ഇതോ ആണ് എന്ത്, റിങ്ങും ആണ് എന്ത്, റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം സിംഗിൾ സൈഡഡ് സീക്വൻസിൻ്റെ ROC എന്താണെന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. അത് തന്നെ സിംഗിൾ സൈഡഡിൻ്റെ പോസിറ്റീവ് സീക്വൻസിൻ്റെയും അതായത് കോസലിൻ്റെയും നെഗറ്റീവ് സൈഡ് സീക്വൻസിൻ്റെ അതായത് ആൻറ്റി കോസലിൻ്റെയും ഈ ടു സൈഡഡ് സീക്വൻസിൻ്റെയും നമ്മൾ എക്സ് ഓഫ് സെറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിച്ചു, ROCയും കണ്ടുപിടിച്ചു. സോ ഇത്രയാണ്. താങ്ക് യു.